Good morning, friends. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. ഇന്റഗ്രൽ e raised to 1 by root t by t into root t dt. ഇതിന്റെ 5 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ബൈ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ e raised to 1 by root t by t into root t. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് e raised to 1 by root t നമ്മൾ u എന്ന് t എന്നുള്ള വേരിയബിളിനെ u എന്ന വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യാം. അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ് e raised to 1 by root t ക്ക് പകരം u എന്ന് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? e raised to x ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? e raised to x തന്നെയാണ്. അപ്പോൾ e raised to 1 by root t into d by dt of 1 by root t നെ എങ്ങനെ എഴുതാം? t raised to minus 1 by 2 is equal to d. That is e raised to 1 by root t d by dt of t raised to minus 1 by 2 എന്താണ്? Minus 1 by 2 t raised to minus 1 by 2 minus 1 minus 3 by 2 dt, that is equal to d. Then minus 1 by 2 e raised to 1 by root t into t raised to minus 3 by 2. t raised to minus 3 by 2 നമ്മൾ എന്താണ്? t raised to minus 3 by 2 is equal to 1 by t raised to 3 by 2. അത് നമുക്ക് എങ്ങനെ എഴുതാം? t into root t എഴുതാം. 1 by t into root t എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് t raised to minus 1 by 2 നെ 1 by t into root t, that is equal to t. ഇതിൽ നമുക്ക് e raised to 1 by root t into 1 by t into root t dt എന്ന് പറഞ്ഞാൽ എന്താണ്? minus 2 du. നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ e raised to 1 by root t by t into root t dt ക്ക് പകരം എന്ത് കൊടുക്കാം? ഇതിന് പകരം നമുക്ക് minus 2 du എന്ന് കൊടുക്കാം. minus 2 പുറത്തോട്ട് വരുമ്പോൾ ഇന്റഗ്രേറ്റീവ് u വരും. ദാറ്റ് ഈസ് minus 2 into u എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് e raised to 1 by root t, then plus after the integration put a constant. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? minus 2 into e raised to 1 by root t plus c. ആ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ D is the correct answer. Option D is the correct answer. minus 2 into e raised to 1 by root t plus c. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? e raised to 1 by root t ക്ക് നമ്മൾ u എന്ന് കൊടുത്തു. e raised to 1 by root t ക്ക് u എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to 1 by root t into d by dt of t raised to minus 1 by 2, that is equal to du. That is e raised to 1 by root t into ഈ t raised to minus 1 by 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus 1 by 2 t raised to minus 1 by 2 minus 1, that is minus 3 by 2 dt is equal to du. t raised to minus 3 by 2 can be written as 1 by t raised to 3 by 2, that is 1 by t into root t. അപ്പോൾ നമുക്ക് minus 1 by 2 e raised to 1 by root t into 1 by t into root t dt, that is equal to du. That is e raised to 1 by root t into 1 by t into root t dt is equal to minus 2 du. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഈ ഒരു പോർഷൻ വരെ നമുക്ക് എന്ത് കൊടുക്കാം? minus 2 d എന്ന് കൊടുക്കാം. minus 2 taken outside, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് u എന്ന് കിട്ടും. u നെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ e raised to 1 by root t. Therefore നമ്മുടെ ആൻസർ ഓപ്ഷൻ D is the correct answer. Okay, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം. പ്രോബ്ലം നമ്പർ 14. Integral sin raised to 25x by cos raised to 27x is equal to option sin raised to 26x by 26 plus c b, cos raised to 26x by 26 plus c tan raised to 26x plus c a.
tan raised to 26x by 26 plus c. 26 tan 20 raised to x plus c. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? Integral of sin raised to 25x divided by cos raised to 27x is equal to. നമുക്ക് 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇന്റഗ്രൽ sin raised to 25x divided by ഇവിടെ cos raised to 27x നമുക്ക് എങ്ങനെ എഴുതാം? cos raised to 25x into cos square x. This is equal to sin raised to 25x by cos raised to 25x എന്ന് പറയുന്നത് എന്താണ്? tan raised to 25x into 1 by cos square x എന്താണ്? sec square x ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് tan x നെ നമ്മൾ t എന്ന് പേര് കൊടുക്കാം. അപ്പൊ sec square x dx is equal to എന്ത് വരും? dt എന്ന് വരും. അപ്പോൾ therefore നമുക്ക് എന്ത് കിട്ടാം? tan x എന്നുള്ളത് t raised to 25 into sec square x dx എന്ന് പറയുന്നത് കൊടുക്കാം, dt എന്ന് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് t raised to 26 by 26 എന്ന് പറയും. That is equal to t എന്ന് പറഞ്ഞാൽ എന്താണ്? t എന്ന് പറഞ്ഞാൽ tan x raised to 26x. tan raised to 26x by 26 plus. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി is the correct answer. ഓപ്ഷൻ ഡി is the correct answer. tan raised to 26x by 26 plus 6 ഇതാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. ഇവിടെ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? ഇവിടെ sin raised to 25x by cos raised to 27x ആണ്. ഈ cos raised to 27x ന് പകരം എന്ത് കൊടുത്തു? cos raised to 25x into cos square x. എന്നിട്ട് sin raised to 25x by cos raised to 25x നമ്മൾ എന്ത് കൊടുത്തു? tan raised to 25x 1 by cos square x ന് എന്ത് കൊടുത്തു? sec square x എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ tan x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ tan x ന് t എന്ന് കൊടുത്തു. അപ്പോൾ sec square x dx dt ആണ്. ഈ ഫംഗ്ഷൻ t ലോട്ട് കൺവെർട്ട് ചെയ്തപ്പോൾ t raised to 25 into dt എന്ന് വരും. t raised to 25 നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t raised to 26 by 26 വരും. അപ്പോൾ tan raised to 26x by 26 plus c. Therefore option D is the correct answer. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Integral 1 by x cube root of 1 minus 1 by x square dx. The options എന്തൊക്കെയാണ്? minus 1 by 6, 1 minus 1 by x square all raised to 3 by 2 plus c, 1 by 3, 1 minus 1 by x square all raised to 3 by 2 plus c, minus 1 by 3, 1 minus 1 by x square all raised to 3 by 2 plus c, 4 by 3, 1 minus 1 by x square all raised to 3 by 2 plus c, minus 4 by 3, 1 minus 1 by x square all raised to 3 by 2 plus c. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ ഓഫ് 1 by x cube root of 1 minus 1 by x square dx. 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് 1 minus 1 by x square നമ്മൾ t എന്ന് കൊടുക്കാം. 1 minus 1 by x square t. അത് ഈ x എന്നുള്ള വേരിയബിളിനെ t എന്നുള്ള വേരിയബിളോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. 1 minus 1 by x square t എന്ന് കൊടുക്കുന്നു. നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. minus 1 by x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? minus 2 into x raised to minus 3 dx is equal to dt. എന്ന് പറഞ്ഞാൽ എന്താണ്? 2 by x cube dx. Minus of minus plus 2 into 1 by x cube dx is equal to dt. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇന്റഗ്രൽ ഓഫ് 1 by x cube dx ന് പകരം അപ്പോൾ ഇവിടെ that is equal to 1 by x cube dx എന്ന് പറയുന്നത് എന്താണ്? dt by 2. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്
1 by x cube dx എന്ന് പറയുന്നത് dt by 2 അപ്പോൾ 1 by 2 dt നമുക്ക് root of 1 minus 1 by x ആണ് root t dt 1 by 2 integral of root t dt നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 2 into integral of t raised to 1 by 2 dt that is 1 by 2 t raised to 1 by 2 plus 1 3 by 2 by 3 by 2 plus c ഈ 2 കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ നമുക്ക് t യുടെ വാല്യൂ എന്താണ് 1 minus 1 by x square ആണ് 1 minus 1 by x square whole raised to 3 by 2 whole raised to 3 by 2 by 3 plus c അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഇന്റഗ്രലിന്റെ ആൻസർ കിട്ടുന്നത് എത്രയാണ് 1 minus 1 by x square whole raised to 3 by 2 plus c ആണ് ഓപ്ഷൻ ഏതാണ് ഇതില് 1 minus 1 by x square whole raised to 3 by 2 plus c എന്നുള്ള ആൻസർ ഓപ്ഷൻ ബി is the correct answer option b is the correct answer ഇവിടെ നമ്മൾ ചെയ്തത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏത് ഫംഗ്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 minus 1 by x square ന് t ചെയ്ത് കൊടുത്തു അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 minus -2 into x raised to -3 dx equal to dt വരും അപ്പോൾ 2 by x cube dx equal to dt വരും 1 by x cube dx equal to dt by 2 വരും അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 1 by x cube dx ന് വരും 1 by 2 കൊടുത്തു 1 by 2 dt root of 1 minus 1 by x square root t കൊടുത്തു അതിനുശേഷം t റൂട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം നമ്മൾ t raised to 3 by 2 by 3 by 2 2 ക്യാൻസൽ ചെയ്തു t ക്ക് പകരം നമ്മൾ 1 minus 1 by x square whole 3 by 2 plus c this is the answer okay ഇത് എടുത്തോളൂ ട്ടോ